അങ്ങനെ കല്യാണ സൂചന അർജുൻ നൽകിയേക്കുവാണ്. എല്ലാവരും തലയണ വെച്ചിട്ട് കളിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മടുത്തിട്ട് ആ ഒരു മൂലയ്ക്ക് പോയിട്ട് അർജുൻ ഇരുന്നു. ശ്രീധുവിന്റെ പുറകിൽ അർജുനുണ്ട്. അവിടെ 75 എന്ന് എഴുതിയിട്ട് ആ ഒരു ഒരു ചെരുവത്തിൽ, കുളം പോലെ ചെരുവത്തിൽ കുറേ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും തലയണയായിട്ട് ശ്രീധു ചെല്ലുന്നുണ്ട്. അപ്പോൾ അർജുൻ്റെ ചെവിയിൽ ഒരു പൂ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ചേർച്ചയുണ്ട് എന്നൊക്കെ ശ്രീധു പറഞ്ഞു. അതുകൊണ്ട് ശ്രീധു തന്നെ അർജുനോട് പറയുന്നുണ്ട്, ആ പൂക്കളൊക്കെ എടുത്ത് വെച്ചോ, ആവശ്യം വരും എന്ന് പറഞ്ഞേ. അപ്പോൾ അർജുൻ തിരിച്ചു പറഞ്ഞു, നീയും എടുത്തു വെച്ചോ, പൂക്കളെല്ലാം ശേഖരിച്ച് വെച്ചോ, ആവശ്യം വരും, ഇപ്പോഴല്ല, ഒരു 3.5 അല്ലെങ്കിൽ 4 വർഷം. അതെന്താ എന്നപ്പോൾ തിരിച്ചു ചോദിച്ചു ശ്രീധു. അപ്പോൾ അർജുൻ പറഞ്ഞു, അതൊക്കെ പറയാം, അതൊക്കെ മനസ്സിലാവും നിനക്ക് എന്ന് പറഞ്ഞപ്പം, അന്നേരം ആവശ്യമുള്ളത് വേറെ സാധനമല്ലേ എന്നും പറഞ്ഞിട്ട് ശ്രീധു അർജുനും ചിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലായത് ഒരു കല്യാണം കഴിക്കാനായിട്ടുള്ളൊരു സീരിയസ് ഒരു ആലോചന ഉണ്ട് അർജുനാണ്. എന്താണെങ്കിലും ശ്രീധുവിൻ്റെ അമ്മ സമ്മതിക്കാൻ ഒരു വഴി കാണുന്നേ ഇല്ല. ഒരു 3.5-4 വർഷം എന്താണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു 3.5-4 വർഷമൊക്കെ ആയിട്ടായിരിക്കും കല്യാണം. അതിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ എന്ന രീതിയിലാണ് അർജുൻ പറയാതെ പറഞ്ഞത് എന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ ജനങ്ങൾക്കിടയിൽ ഹിറ്റാണ്. പക്ഷേ അത് ബാധിച്ചിരിക്കുന്നത് ശ്രീധുവിനെയാണ്. ശ്രീധുവിന് ഈ ആഴ്ച നല്ല വോട്ട് കുറവായിട്ടിരിക്കുകയാണ്. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വോട്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. പക്ഷേ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോമ്പിനേഷൻ സീനുകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ടെലികാസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചാണെന്നും ഒരു ആക്ഷേപമുണ്ട്. നിങ്ങൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാൻസാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.